റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബൂവത്ത് കഴിഞ്ഞ് 10 വർഷങ്ങൾ കഴിഞ്ഞ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 50ാമത്തെ വയസ്സിലാണ് നമ്മളിപ്പോഴും ഉള്ളത്. ഒരുപാട് സംഭവങ്ങൾ കഴിഞ്ഞ 2-3 ക്ലാസ്സുകളായി നമ്മൾ ഈ വർഷത്തിൽ തന്നെയാണ്. ഖദീജ റളിയല്ലാഹു അൻഹയുടെ മരണവും അബൂ ത്വാലിബിൻ്റെ മരണവും ഇസ്രാഉം മിഅ്റാജും ഒരുപാട് ആളുകൾ ഇസ്ലാം സ്വീകരിച്ചതും ത്വായിഫിലേക്ക് പോകുന്നതും അങ്ങനെ തുടങ്ങി ഒരുപാട് സംഭവങ്ങൾ നടന്നൊരു വർഷമായിരുന്നു നുബൂവത്തിൻ്റെ 10ാമത്തെ വർഷം. ഇസ്ലാമിലേക്ക് കടന്നു വന്ന കുറച്ച് ആളുകളെ നമ്മൾ സൂചിപ്പിക്കേണ്ട ഈ ഒരു കാലത്തും അല്ലാത്ത സമയത്തും സീറ എഴുതിയ പണ്ഡിതന്മാർ പലരും പ്രത്യേകം പേരെടുത്ത് പരാമർശിച്ച മുൻകാല സ്വഹാബികളെ അവരുടെ ഇസ്ലാം സ്വീകരണമൊക്കെ നമ്മൾ പറഞ്ഞു. ഒരു പക്ഷേ സീറ പണ്ഡിതന്മാർ പറയുന്നത് പോലെ തന്നെ ഈ ഒരു കാലത്ത് ഇസ്ലാം സ്വീകരിച്ച നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ച അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു തുടങ്ങിയ പല ആളുകൾ. അതുപോലെയുള്ള ഒരാളായിരുന്നു തുഫൈൽ ഇബ്നു അംർ അദ്ദൗസി. തുഫൈൽ ഇബ്നു അംർ അദ്ദൗസി ദൗസ് ഗോത്രക്കാരൻ, അതാണ് ദൗസി എന്ന് അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നത്. അദ്ദേഹം ദൗസ് എന്ന ഗോത്രത്തിലെ കവിയാണ്. ആളുകൾ അനുസരിക്കുന്ന, ആളിൻ്റെ വാക്കിന് നിലയും വിലയുമുള്ള വളരെ ആദരണീയനായ ഒരു വ്യക്തിത്വമാണ് തുഫൈൽ ഇബ്നു അംർ. ഏകദേശം ആ ഗോത്രത്തിൻ്റെ അമീറിനെ പോലെ തന്നെ ആളുകൾ കണക്കാക്കുന്നൊരു വ്യക്തിത്വം. അയാൾ നുബൂവത്തിൻ്റെ 11ാമത്തെ വർഷം, 10ാമത്തെ വർഷം കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 51ാമത്തെ വയസ്സ്, 11ാമത്തെ വർഷം ആ ഹജ്ജിന് അയാൾ മക്കയിലേക്ക് വന്നു. മക്കയിലേക്ക് വന്നപ്പോൾ തന്നെ മക്കക്കാരായ ഖുറൈശികളായ ആളുകൾ അയാളോട് പറഞ്ഞത്, ഇങ്ങനെ നീ ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ വന്നത് ശരിയാണ് തുഫൈൽ, നീ നിൻ്റെ നാട്ടിൽ ആദരിക്കപ്പെടുന്ന ബഹുമാനിക്കപ്പെടുന്ന വ്യക്തിത്വമാണെന്നൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് നമുക്ക് നിന്നോട് പറയാനുള്ളത്, ഇങ്ങനെ ഒരു മനുഷ്യൻ നമുക്കിടയിലുണ്ട്, മുഹമ്മദ് എന്ന് പറയുന്നൊരു മനുഷ്യൻ നമുക്കിടയിലുണ്ട്. അയാളുടെ വാചകങ്ങൾ നീ കേൾക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഒരുപക്ഷെ അത് മാരണമായിരിക്കാം. മാരണം പോലെ ആളുകളെ മാറ്റുന്ന, ആളുകളെ പരിവർത്തിപ്പിക്കുന്ന കാര്യങ്ങളുമായിട്ടാണ് അവൻ വരിക. ഒരുപക്ഷെ നീയും നിൻ്റെ ഉപ്പയും തമ്മിൽ തെറ്റായത് കാരണമായേക്കാം. വാപ്പയും മകനെയും തമ്മിൽ തെറ്റിക്കുന്ന, പിതാക്കളെയും മാതാപിതാക്കളെയും മക്കളെയും തമ്മിൽ തെറ്റിക്കുന്ന ഒരുതരം സിഹർ നടത്തുന്ന ഒരു മനുഷ്യനാണ് മുഹമ്മദ്. അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വിടവുണ്ടാക്കുന്ന, തെറ്റിക്കുന്ന, സിഹർ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് മുഹമ്മദ്. ഇതൊക്കെ കേട്ടപ്പോൾ തുഫൈൽ ഇബ്നു അംറിന് എന്തായാലും ഇങ്ങനെ ഒരു മനുഷ്യനെ ഞാൻ കണ്ടുമുട്ടാൻ പാടില്ലല്ലോ, എന്തായാലും ഖുറൈശികളുടെ വലിയ നേതാക്കന്മാരും വലിയ വലിയ ആളുകളുമൊക്കെ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഉപദേശം തന്നത് ഞാൻ സ്വീകരിക്കണം എന്ന് അയാൾക്ക് തോന്നി. അങ്ങനെ തുഫൈൽ തന്നെ പറയുന്നത് നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ഒന്നും കേൾക്കരുത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെങ്കിലും ഖുർആനിൽ നിന്ന് പറഞ്ഞു പോയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപദേശങ്ങൾ പറഞ്ഞാൽ അതും കേൾക്കരുത് എന്ന് കരുതി ചെവിയിൽ പഞ്ഞി തിരുകി, തുണി തിരുകിയാണ് തുഫൈൽ ഇബ്നു അംർ മസ്ജിദുൽ ഹറമിലേക്ക് പ്രവേശിക്കുന്നത്. പക്ഷേ അള്ളാഹുവിൻ്റെ വിധിയെ തടുക്കാൻ ഒരു കീറത്തുണിക്കോ ഒരു പഞ്ഞിക്കോ കഴിയില്ല. തുഫൈൽ ഇബ്നു അംർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണം കേട്ടുപോയി. ഖുർആൻ പാരായണം തുഫൈൽ ഇബ്നു അംർ കേട്ടു. തുഫൈൽ ചിന്തിച്ചത്, എനിക്ക് ബുദ്ധിയുണ്ടല്ലോ, ഞാൻ എന്തുകൊണ്ട് ഇത് കേട്ടുകൂടാ? ഇത് ശരിയാണെങ്കിൽ അതിനെ സ്വീകരിക്കാനും ഇത് തെറ്റാണെങ്കിൽ അതിനെ തള്ളിക്കളയാനും മാത്രമുള്ള വിവേകം എനിക്കുണ്ടല്ലോ, ഞാൻ ബുദ്ധിമാനാണല്ലോ, ഞാനെന്തിനാണ് മറ്റുള്ള ആളുകളുടെ വാക്ക് കേട്ട് മറ്റൊരാളെ വിലയിരുത്തുന്നത്, ഒരു ആശയത്തെ വിലയിരുത്തുന്നത്? കേട്ടാൽ എനിക്ക് തന്നെ ശരിയോ തെറ്റോ എന്ന് മനസ്സിലാക്കാൻ മാത്രമുള്ള അറിവും പരിചയവും അനുഭവമൊക്കെയുള്ള നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ തുഫൈൽ ചെവിയിൽ നിന്നുള്ള ആ തുണിയൊക്കെ മാറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്ന് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടു. ഇസ്ലാമിനെക്കുറിച്ച് പറഞ്ഞു തരാൻ പറഞ്ഞു. ഈ അരിൽ അലയ്യ അംറക്, മുഹമ്മദേ നീ എന്താണ് പറയുന്നത്, അത് എനിക്ക് എൻ്റെ മുമ്പിലൊന്ന് നീ വിശദീകരിച്ച് തരണം, എന്താണ് നീ പറയുന്ന കാര്യങ്ങൾ? അങ്ങനെ വിശദീകരിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അല്പനേരം സംസാരിച്ച് വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ആയത്തുകളൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതിക്കൊടുത്തു. ആ മനുഷ്യനെ അതിനേക്കാൾ വലിയ, ഖുർആനേക്കാൾ വലിയ ഒരു ഭംഗിയുള്ള നന്മയുള്ള ഒരു കാര്യം കേൾക്കാൻ കഴിഞ്ഞില്ല എന്ന് സ്വന്തം വാചകങ്ങളുടെ സ്വന്തം മനസ്സിൽ തോന്നിയ കാര്യം തുഫൈൽ തന്നെ പിൽക്കാലത്ത് പറയുന്നതായി കാണാൻ കഴിയും. അങ്ങനെ തുഫൈൽ മുസ്ലിമായി. തുഫൈൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പിന്നീട് മുസ്ലിം ആയതിനു ശേഷം പറയുന്നത്, ഇന്നി മുത്താഉൻ ഫി ഖൗമി, അള്ളാഹുവിൻ്റെ റസൂലെ ഞാൻ പറഞ്ഞാൽ എൻ്റെ ആളുകൾ കേൾക്കും. വറാജിഉൻ ഇലൈഹിം വദാഇഹിം ഇലൽ ഇസ്ലാം, ഞാൻ ഇനി പോകുന്നത് എൻ്റെ നാട്ടിലേക്കാണ്, ഞാൻ അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ടേ ഇനി തിരിച്ചു വരുള്ളൂ. ഇനി എൻ്റെ ദൗത്യം ഈ
നിയോഗം, ഈ റിസാലത്ത്, ഈ ദീൻ എത്തിച്ചു കൊടുക്കലാണ് എന്ന് തുഫൈൽ പറഞ്ഞു. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞത്, എൻ്റെ നാട്ടുകാരുടെ അടുത്ത് ഞാൻ തിരിച്ചു ചെല്ലുമ്പോൾ അവർക്ക് ഞാൻ പറയുന്നത് സത്യമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു അത്ഭുതം, എന്തെങ്കിലും ഒരു ആയത്ത്, ഒരു ദൃഷ്ടാന്തം എനിക്ക് വേണ്ടി ഏർപ്പെടുത്തി തരാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്നാണ് തുഫൈൽ ഇബ്നു അംർ പറഞ്ഞത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തുഫൈൽ ഇബ്നു അംർ വേണ്ടി പ്രാർത്ഥിച്ചു. തുഫൈൽ തിരിച്ച് ദൗസ് ഗോത്രത്തിലേക്ക് പോയി. ദൗസ് ഗോത്രത്തിലേക്ക് പോയി ഒരു മണൽക്കുന്ന് കഴിഞ്ഞ് തൻ്റെ സ്വന്തം ഗോത്രം തുഫൈൽ ഇങ്ങനെ കാണാം, അത്ര ദൂരമേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോഴേക്കും തുഫൈലിൻ്റെ മുഖത്ത്, നെറ്റിയിൽ ഒരു പ്രകാശം അനുഭവപ്പെട്ടതായി തുഫൈലിന് തന്നെ തോന്നി. മുഖത്തൊരു പ്രകാശം നെറ്റിയിൽ. അള്ളാഹുവിൻ്റെ റസൂലിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ആ ഒരു സന്ദർഭം തുഫൈലിന് ഓർമ്മ വന്നു. ഒരുപക്ഷെ അള്ളാഹു നിശ്ചയിച്ചൊരു ദൃഷ്ടാന്തമാകാം, ഒരു പ്രകാശം, തുഫൈലിന് മാത്രമുള്ളൊരു പ്രകാശം. തുഫൈൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചു, പടച്ചവനെ, ഞാൻ ഈ നെറ്റിയിൽ ഈ പ്രകാശം കൊണ്ട് ചെന്നാൽ നാട്ടുകാർ എനിക്കെന്തെങ്കിലും ക്ഷാപം കിട്ടിയതാവും, അല്ലെങ്കിൽ ഇങ്ങനെ മതം വിട്ടതുകൊണ്ട്, ഈ ഷിർക്കിൽ നിന്നൊക്കെ ഒഴിവായതുകൊണ്ട്, അവരുടെ മതത്തിൽ നിന്നും ആചാരത്തിൽ നിന്നൊക്കെ മാറിപ്പോയതുകൊണ്ട്, പുറത്തു പോയതുകൊണ്ട് അള്ളാഹു ഒരു ശിക്ഷയായി തന്നതാവും ഈ മുഖത്ത് ഇങ്ങനെ ഒരു പ്രകാശം. അതുകൊണ്ട് എൻ്റെ മുഖത്ത് നിന്ന് മാറ്റി മറ്റേതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പ്രകാശത്തെ നീക്കണമെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ തുഫൈൽ തൻ്റെ ഒട്ടകത്തിൽ തെളിക്കാൻ ഉപയോഗിച്ചിരുന്ന ചാട്ടവാറിൻ്റെ അറ്റത്ത് ഒരു തരി പ്രകാശമായി അത് നിലകൊണ്ടു എന്ന് സ്വഹീഹായ റിവായത്തുകളോട് തന്നെ നമുക്ക് കാണാൻ കഴിയും. ആ തുഫൈൽ ഇബ്നു അംർ അന്ന് പോയതാണ്. വീട്ടിൽ ചെന്ന്, തൻ്റെ ഗോത്രത്തിൽ ചെന്ന് തൻ്റെ പിതാവിനെയും തൻ്റെ ഭാര്യയെയും അതുപോലെ തൻ്റെ കുടുംബക്കാരെയും ഒക്കെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. വളരെ അടുത്ത കുറച്ച് ബന്ധുക്കൾ ഇസ്ലാം സ്വീകരിച്ചു. പക്ഷേ ഗോത്രക്കാരായ ആളുകൾ വളരെ പെട്ടെന്ന് ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറായില്ല. അവർ വളരെ പതുക്കെയാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ ഈ തുഫൈൽ ഇബ്നു അംർ മക്കയിൽ നിന്ന് അക്കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് ഇസ്ലാം സ്വീകരിച്ച് ആ ഇസ്ലാമുമായി ദൗസ് ഗോത്രത്തിലേക്ക് തിരിച്ചുപോയ തുഫൈൽ ഇബ്നു അംർ പിന്നീട് തിരിച്ചു വരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തി ഹിജ്റ കഴിഞ്ഞ് 5 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. 5 വർഷങ്ങൾ കഴിഞ്ഞിട്ട് തുഫൈൽ ഇബ്നു അംർ അദ്ദൗസി എന്ന മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് മദീനയിലേക്ക് വരുമ്പോൾ 70-80 കുടുംബങ്ങൾ, ദൗസ് ഗോത്രത്തിൽ നിന്ന് മാത്രം മുസ്ലിമായ കുടുംബങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. ആ ദൗസ് ഗോത്രക്കാരനാണ് അന്ന് ഇസ്ലാം സ്വീകരിച്ച, ആ ഗോത്രത്തിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹദീസുകൾ ഉദ്ധരിച്ച അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ദൗസിയാണ്, ദൗസ് ഗോത്രക്കാരൻ. തുഫൈൽ ഇബ്നു അംർ എന്നൊരൊറ്റ വ്യക്തിത്വം അദ്ദേഹം കാരണം ഇസ്ലാമിലേക്ക് കടന്നു വന്ന വ്യക്തിത്വം. പിന്നീട് അവർ ഒരുപാട് കഴിഞ്ഞിട്ടാണ് ഇസ്ലാമിക ചരിത്രത്തിൽ വരുന്നത്. അങ്ങനെ തുഫൈൽ ഇബ്നു അംർ മുസ്ലിമായി. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം യമാമ യുദ്ധത്തിലൊക്കെയാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഇസ്ലാമിന് വേണ്ടി പിൽക്കാലത്ത് ഒരുപാട് സേവനങ്ങൾ അദ്ദേഹം അനുഷ്ഠിച്ചിട്ടുണ്ട്.